ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക. വിവാദമായ പൗരത്വ നിയമ ഭേദഗതി എന്ന CAA-യിൽ കേരളത്തിലടക്കം സംഭവിക്കുന്നത് ഇതാണ്. ഘട്ടം ഘട്ടമായി ഇന്ത്യൻ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള തന്ത്രമാണ് ഇതെന്നായിരുന്നു കേരളത്തിലെ ഇടത് വലത് പാർട്ടികൾ ആരോപിച്ചിരുന്നത്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പൗരത്വം കൊടുക്കുവാനുള്ള നിയമമാണ്. അതുമൂലം ഒരിക്കലും പൗരത്വം റദ്ദാക്കാൻ പറ്റില്ല. നിലവിലുള്ള ഒരു പൗരനും ഇതുമൂലം പ്രശ്നമില്ല. ഇത് അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ഇത് മറച്ചുവെച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നാട് കടത്തുമെന്നും ഡിറ്റക്ഷൻ സെന്ററിലാക്കുമെന്നുമെല്ലാം കുപ്രചരണമാണ് കേരളത്തിലെ ഇടത് വലത് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചപ്പോഴും അതേ സാഹചര്യമാണ് കേരളത്തിലടക്കം നിലനിൽക്കുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിലെ സ്ഥിതി അതല്ല. മുത്തലാഖ് ബിൽ പോലെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ പോലെ വലിയ രീതിയിൽ തങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു നിയമമാണ് ഇതെന്ന് BJP കരുതുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി CAA നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പറഞ്ഞതാണ്. ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പരക്കവെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക പ്രഖ്യാപനം പുറത്തുവരുന്നത്. 2019 ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത്. 2020 ജനുവരി 10-ന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ ഉണ്ടാകാത്തതിനാൽ നടപ്പിലാക്കിയിരുന്നില്ല. രാജ്യത്ത് അതിശക്തമായ പ്രക്ഷോഭം നടന്നതാണ് കേന്ദ്രത്തെ പിറകോട്ടടിപ്പിച്ചത്. എന്നാൽ കോവിഡ് മൂലമാണ് വൈകിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈൻ, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസാക്കിയിരുന്നത്. 2014 ഡിസംബർ 31-ന് മുൻപ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുന്നത് എന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇതിലെ മുസ്ലിം ഫിൽട്ടറാണ് സത്യത്തിൽ പ്രശ്നമായത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഇസ്ലാം ഔദ്യോഗിക മതമാണ്. അതിനാൽ ആ മതക്കാർ മതപീഡനം അനുഭവിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. 3 രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമ തടസ്സങ്ങൾ ഇതോടെ നീങ്ങുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങുവാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും. അതായത് നിലവിൽ ഇന്ത്യയിലെ 20 കോടിയോളം മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഇത്. അവരോടാരും ഐഡന്റിറ്റി കാർഡ് ചോദിക്കാനോ പുറത്താക്കാനോ പോകുന്നില്ല. ഇത് കുടിയേറ്റക്കാർക്ക് വേണ്ടിയാണ്. പക്ഷേ എന്നിട്ടും നിലവിലുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളിൽ രേഖകളില്ലാത്തവരെ പുറത്താക്കുമെന്നും അവരെ തടവിലിടാൻ തടങ്കൽ പാളയങ്ങൾ പണി തുടങ്ങിയെന്നുമുള്ള കുപ്രചരണമാണ് വ്യാപകമായി ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷിയായത്. ഈ പ്രക്ഷോഭങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾക്ക് വിദേശത്തു നിന്ന് പണം ഒഴുകിയതിന്റെ അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ആവർത്തിച്ച് പറയട്ടെ, പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിലവിലുള്ള ഒരു പൗരനെയും അത് ബാധിക്കുകയില്ല. ഈ വിഷയത്തിൽ തുടർച്ചയായ കള്ളങ്ങളാണ് പ്രചരിക്കുന്നത്. അസമിൽ നടന്നത് സ്പെഷ്യൽ NRC ആണെന്ന് മറച്ചുവെച്ചുകൊണ്ട് ദേശവ്യാപകമായി ഇതാണ് നടപ്പാക്കുകയെന്ന് പറയുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടാണ് അസമിൽ 2015-19 കാലയളവിൽ NRC പ്രയോഗിക്കുന്നത്. 1971 മാർച്ച് 24-ന് മുൻപ് താനോ തന്റെ പൂർവികരോ അസമിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഓരോ വ്യക്തിയും നിർബന്ധിതരായി. അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ പൗരത്വം നഷ്ടപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. പുറത്താക്കപ്പെട്ട ഹിന്ദു മതസ്ഥർക്ക് പൗരത്വ ഭേദഗതിയിലൂടെ സിറ്റിസൺഷിപ്പ് നൽകുമെന്ന BJP നേതാക്കൾ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. അതായത് പൗരത്വം കൊടുക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത്, അല്ലാതെ എടുത്തു കളയുകയല്ല. ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ ദേശീയ പൗരത്വ നിയമം പ്രയോഗിക്കില്ല. അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര ഭൂരിപക്ഷ സ്വയംഭരണ മേഖലകളെയാണ് പൗരത്വ ബില്ലിൽ നിന്ന് ഒഴിവാക്കുന്നത്. ILP വ്യവസ്ഥ, അതായത് പ്രത്യേക അനുമതിയോടെ മാത്രം സന്ദർശനം നിലനിൽക്കുന്ന അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും നിയമം നടപ്പിലാക്കില്ല. മണിപ്പൂരിൽ ILP കൊണ്ടുവരുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CAA-യും NRC-യും തമ്മിലുള്ള വ്യത്യാസം പോലും പലർക്കും അറിയില്ല. ഇന്ത്യയിൽ ഓരോ പൗരനെയും രജിസ്റ്റർ ചെയ്ത് അവർക്ക് നാഷണൽ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുക എന്നതാണ് NRC-യുടെ ലക്ഷ്യം. നിലവിൽ അത്തരം കാർഡില്ല. ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നതിൻ്റെ ഒരു മാർഗം മാത്രമാണ് ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ്. അതാണ് NRC.
സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് കിട്ടാതെ NRCക്ക് പുറത്തു നിൽക്കുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാം. ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ്, ബൈ ഡിസ്റ്റൻസ് സിറ്റിസൺഷിപ്പ്, ബൈ നാച്ചുറലൈസേഷൻ, ബൈ രജിസ്ട്രേഷൻ എന്നിവ വഴി പൗരത്വം ലഭിക്കും. നിങ്ങളൊരു നിയമവിരുദ്ധ കുടിയേറ്റക്കാരൻ അല്ലാതിരിക്കുകയും അയാൾ ഇന്ത്യയിൽ 7 വർഷം താമസിച്ചിട്ടുണ്ട് എങ്കിൽ, അയാൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട് എങ്കിൽ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ കിട്ടും. ഒരാൾ പോലും അങ്ങനെ പുറത്തു പോവില്ല. NRC ലിസ്റ്റും അന്തിമമല്ല. അവർക്ക് ട്രിബ്യൂണലിൽ പരാതി നൽകാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എല്ലാവരും ഇറങ്ങിപ്പോകണം എന്ന പ്രചരണമാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. ഇനി ഇലക്ഷൻ കാലത്ത് നടക്കാൻ പോകുന്നതും അത് തന്നെയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതാ മുഖ്യ പ്രചാരണ വിഷയങ്ങളിൽ ഒന്നായി ഉയർത്തിക്കാട്ടാൻ കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പീഡനം അനുഭവിക്കുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ളതാണ് CAA എന്നും അമിത്ഷാ നേരത്തെ പറഞ്ഞിരുന്നു. കോൺഗ്രസ് സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു CAA. രാജ്യം വിഭജിക്കപ്പെടുകയും ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അഭയാർത്ഥികളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുകയും അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്ന് കോൺഗ്രസ് ഉറപ്പു നൽകിയിരുന്നു. ഇപ്പോൾ അവർ പിന്മാറിയെന്നും അമിത്ഷാ പറയുന്നു. ഇത്തരം പ്രചരണം ഉയർത്തിക്കാട്ടി ദേശീയ വികാരവും ഹിന്ദു വികാരവും കത്തിക്കാനാണ് BJP ശ്രമിക്കുക. മറുഭാഗത്ത് കേരളത്തിലടക്കം മുസ്ലിങ്ങളിൽ ഭീതി വ്യാപാരം നടത്തി വോട്ട് തട്ടാനാണ് കോൺഗ്രസും ഇടതുപക്ഷവും ശ്രമിക്കുന്നത്. കേന്ദ്ര നിയമം നടപ്പാക്കില്ല എന്ന് കേരളവും ബംഗാളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനെതിരെ കേരളം കോടതിയിലും പോയി. CAAക്കെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് CAA പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ മമതാ ബാനർജി പ്രതികരിച്ചു. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ CAA എടുത്തു കളയുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. CPM CAA പ്രചരണായുധമാക്കാൻ ഉറപ്പാണ്.